ഞാൻ കരുതിയിട്ടില്ല ഈ സിനിമ ഇത്രത്തോളം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. ഞാൻ മനസ്സിലായി. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സംഭവം കണ്ടുതരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ കേരള സ്റ്റോറി എന്ന പടം കേരളത്തിന് പുറത്ത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. എമ്പുരാൻ സിനിമയിലെ ഒരു 5 മിനിറ്റ് സീനിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയവർ, പത്താൻ സിനിമയിലെ ദീപിക പത്മോണിന്റെ ഷഡ്ഡിയുടെ കളർ കാവ്യാണെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കിയവർ, എന്തിന് ജനനായകൻ സിനിമയുടെ റിലീസ് വരെ തടഞ്ഞവർ, അവര് തന്നെയാണ് ഒരു സംസ്ഥാനത്തെയും ഒരു കമ്മ്യൂണിറ്റിയെയും കള്ളക്കുപ്രചരണങ്ങൾ മെനഞ്ഞ് കരിവാരി തേപ്പിക്കുന്ന ഒരു ചവറ് പടം കേരള സ്റ്റോറിക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കേരള സ്റ്റോറി കഴിഞ്ഞിപ്പോ കേരള സ്റ്റോറി 2 ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ കേരള സ്റ്റോറി 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ മൊത്തം കളിക്കുന്ന ഇതാണ്. അപ്പൊ അതിലത്തെ സീൻ എന്താണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിം കുടുംബം ചേർന്ന് ഒരു പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അവളെ വായിലേക്ക് ബീഫ് വെച്ചു കൊടുത്ത് കഴിപ്പിക്കുന്ന ഒരു രംഗ. എടാ മൊണ്ണകൾ, ഒരു കാര്യം പറയട്ടെ, കേരളത്തിലുള്ളവർക്ക് അവരെ സ്വന്തം അണ്ണാക്കിലേക്ക് താക്കാൻ പോലും ഇവിടെ ബീഫ് കിട്ടുന്നില്ല. അപ്പൊ ഈ മറ്റുള്ളവർക്ക് ബീഫ് കൊടുക്കാം. ഞാൻ കരുതിയിട്ടില്ല ഈ സിനിമ ഇത്രത്തോളം ആൾക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. ഞാൻ മനസ്സിലായി. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സംഭവം കണ്ടുതരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ കേരള സ്റ്റോറി എന്ന പടം കേരളത്തിന് പുറത്ത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഒരു OTT പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എറണാകുളത്ത് വർക്കിന് പോയി. അപ്പോ അതിലത്തെ അഭിനയിക്കാൻ വന്ന ഹീറോയിൻ എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരിയാണ്, ഡൽഹിക്കാരിയാണ്. അപ്പൊ ഒരു ദിവസം അവള് നിൽക്കുന്ന ലോഡ്ജിന്റെ അപ്പുറത്ത് ഫുൾ ഒച്ചപ്പാട്. നമ്മളെ മലയാളി ചെറുപ്പക്കാര്, നമ്മളെ പോലത്തെ പിള്ളന്മാര് അവളെ റൂമിന്റെ അപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ഒച്ചപ്പാടും കാര്യങ്ങളിലായിട്ട് ഓള് പേടിയായിട്ട് വിളിച്ച്. അപ്പൊ നമ്മൾ കുറച്ച് ക്രൂ മെമ്പേഴ്സ് അവിടത്തേക്ക് പോയി. അപ്പൊ ലോഡ്ജിൽ പോയ സമയത്ത് ഓള് പറഞ്ഞു, എനിക്ക് പേടിയാണെന്ന്, ഇപ്പുറത്ത് കുറെ ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് സംസാരിച്ചു അവളോട്. ഈ കേരളമാണ്, പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ സമയത്ത് ഓൾ എൻ്റെ അടുക്ക പറഞ്ഞ വാക്കാ, അനക്ക് പേടിയാണ്, കേരളം പേടിയാണ്, ഞാൻ കേരള സ്റ്റോറി സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഓൾ എൻ്റെ അടുക്ക പറഞ്ഞത്. അത് കേട്ടപ്പോ എന്റെ കൈ അങ്ങോട്ട് തിരിച്ചിന്. ഞാൻ എന്നിട്ട് അവളോട് 2 വാക്ക്, എനിക്ക് ഹിന്ദി ശരിക്കും അറിയില്ലെങ്കിൽ ഓളോട് ഞാൻ നല്ല 2 വാക്ക് പറഞ്ഞിട്ടുണ്ട്. സമയത്താണെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷനിലെ ചങ്ങായോ ഓളോട് നല്ല രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പോൾ അപ്പുറം ഇപ്പുറം റിയാക്ട് ചെയ്യുന്നുണ്ട്, ഇതാക്കുമെന്ന് വിടുന്നുണ്ടെങ്കിലും പക്ഷെ പുറത്തുള്ളവർ അത് വിശ്വസിക്കുന്നുണ്ട്. ഈ സിനിമ എത്രത്തോളം അവര് വിശ്വസിക്കുന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇനി എത്രയൊക്കെ കരിവാരി തേച്ചാലും, എത്രയൊക്കെ കേരളത്തിനെതിരെ എന്തൊക്കെ ചെയ്താലും ശരി, കേരളത്തിലുള്ളവരെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിലുള്ളവരെ തലക്കകത്ത് തലച്ചോറുള്ളത്, അല്ലാണ്ട് തലച്ചോറിന് പകരം വേറൊന്നല്ല.